നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതീക്ഷയിൽ റബ്ബർ വിപണി. വൃശ്ചികം പിറന്നതോടെ ഉയർന്ന താപനിലയിൽ നിന്ന് കേരളം തണുത്ത രാത്രികളിലേക്ക് തിരിയുന്നത് തോട്ടം മേഖലയ്ക്ക് പ്രതീക്ഷ പകരുന്നു. കാലാവസ്ഥയിലെ ഈ മാറ്റം റബ്ബർ തോട്ടങ്ങൾക്ക് അനുകൂലമാവും. കാലവർഷാരംഭം മുതൽ റബ്ബർ വെട്ടിന് തക്കം പാർത്ത് നിന്നതാണെങ്കിലും ശക്തമായ മഴയിൽ ടാപ്പിംഗിന് അവസരം ലഭിക്കാതെ വലിയ പങ്ക് കർഷകരും പിന്നിട്ട 5 മാസങ്ങളിൽ നട്ടം തിരിഞ്ഞ്, എന്നാൽ മുന്നിലുള്ള 3 മാസം മഴ കുറയുമെന്നത് റബ്ബർ ടാപ്പിംഗ് രംഗം സജീവമാകുമെന്നാണ് ഉൽപാദകരുടെ പക്ഷം. നിലവിലെ താഴ്ന്ന വിലയ്ക്ക് ഷീറ്റ് വിൽക്കാൻ ഉൽപാദകർ ഉത്സാഹം കാണിച്ചില്ല. 4ാം ഗ്രേഡ് 182 രൂപയിലും 5ാം ഗ്രേഡ് 179 രൂപയിലും വ്യാപാരം നടന്നു. ലഭ്യത കുറഞ്ഞതിനാൽ വില ഉയർത്തി സ്റ്റോക്കിസ്റ്റുകളെ മാർക്കറ്റിലേക്ക് ആകർഷിക്കാൻ ഈ വാരം ടയർ നിർമ്മാതാക്കൾ ശ്രമം നടത്താം. രാജ്യാന്തര റബ്ബർ വിപണിയിൽ ഉണർവ് അനുഭവപ്പെട്ടാൽ 190ലേക്ക് റബ്ബർ വില ഉയരാം. ജപ്പാനിൽ റബ്ബർ 350 യെന്നിന് മുകളിൽ ഇടം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോയ്ക്ക് 187 രൂപയായി താഴ്ന്നത് ഇതര റബ്ബർ ഉൽപാദന രാജ്യങ്ങളിൽ ആശങ്ക പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള 3 മാസങ്ങളായിരിക്കും ടാപ്പിംഗ് സജീവമാകുന്ന മാസങ്ങൾ. അതായത് റെയിൻ ഗാർഡ് ഇടാത്തവരൊക്കെ ഇപ്പം ടാപ്പിംഗിലോട്ട് ഇറങ്ങുന്നത് ഈ മാസങ്ങളിലായിരിക്കും. ഇപ്പം തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് ഉൽപാദനം കൂടാൻ സാധ്യതയുണ്ട്. വിദേശ വില ഇപ്പം കൂടുകയാണെങ്കിൽ കേരളത്തിൽ റബ്ബർ വില 190 വരെ എത്തുമെന്നാണ് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എന്റെ നന്ദി.